നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 2 ശമൂവേൽ 6ഉം 7ഉം അധ്യായങ്ങളും 1 ദിനവൃത്താന്ത പുസ്തകം 17-ാമത്തെ അധ്യായവുമാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കൂടെയുള്ളതായ ക്രമീകൃത ബൈബിൾ വായനയിൽ ഇന്ന് നാം ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വഴിത്തിരിവുകളിൽ ഒന്നിലെത്തുന്നു. ഈ ഭാഗങ്ങൾ നിയമപ്പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് ദാവീദുമായി ദൈവം നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നതിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അതേ ഉടമ്പടിയെ ആരാധനാ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ 1 ദിനവൃത്താന്തം 17 അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ 3 അധ്യായങ്ങളും ചേർന്ന് അതിഗഹനമായ ഒരു സത്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് കെട്ടിടങ്ങളെക്കാൾ മനുഷ്യരെ പണിയുന്നതിലാണ് കൂടുതൽ താല്പര്യം. ദാവീദ് ദൈവത്തിനായി ഒരു ഭവനം പണിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം പ്രഖ്യാപിച്ചത് താൻ ദാവീദിനൊരു ഭവനം പണിയുമെന്നാണ്. ഈ ആശയവിനിമയത്തിൻ്റെ ഹൃദയത്തിലാണ് സുവിശേഷത്തിൻ്റെ സാരം നാം കാണുന്നത്. 2 ശമൂവേൽ 6 ദൈവസാന്നിധ്യത്തെ വീണ്ടും ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രാജാവായ ശേഷം ദാവീദിൻ്റെ ആദ്യത്തെ ആഗ്രഹം രാജ്യവിസ്താരമോ രാഷ്ട്രീയ സ്ഥിരതയോ ആയിരുന്നില്ല. ദൈവസാന്നിധ്യത്തിൻ്റെ ദൃശ്യമായ പ്രതീകമായിരുന്ന ഉടമ്പടി പെട്ടകം യെരുശലേമിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് ദാവീദിൻ്റെ മുൻഗണനകളെ വെളിപ്പെടുത്തുന്നു. ദൈവസാന്നിധ്യമില്ലാത്ത ഒരു രാജ്യം മറ്റൊരു മനുഷ്യരാജ്യം മാത്രമാണ്. ദൈവമില്ലാത്ത വിജയം യഥാർത്ഥത്തിൽ പരാജയമാണ്. എന്നാൽ ആദ്യ ശ്രമം ദാരുണമായി അവസാനിച്ചു. ഉസ്സ പെട്ടകത്തിൽ കൈവച്ചപ്പോൾ ദൈവം അവനെ സംഹരിച്ചു. ആദ്യ നോട്ടത്തിൽ ഇത് അത്യന്തം കഠിനമായ ശിക്ഷയായി തോന്നാം. എന്നാൽ പ്രശ്നം പെട്ടകത്തിൽ കൈവച്ചതല്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയെ അവഗണിച്ചതായിരുന്നു. ദൈവം മുമ്പേ തന്നെ പെട്ടകം ലേവ്യർ അവരുടെ ചുമലിൽ ചുമന്നുകൊണ്ട് പോകണമെന്ന് കൽപ്പിച്ചിരുന്നു. വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകരുതെന്ന് വ്യക്തമായി നിർദ്ദേശിച്ചിരുന്നു. സംഖ്യാപുസ്തകം 4-ാമത്തെ അധ്യായത്തിലും ആവർത്തന പുസ്തകം 10-ാമത്തെ അധ്യായത്തിലും നമുക്കിത് കാണാം. ദാവീദിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ നിർദ്ദേശം അവൻ അവഗണിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നല്ല ഉദ്ദേശങ്ങൾ ഒരിക്കലും അനുസരണയുള്ള ഹൃദയത്തിന് പകരമാകില്ല എന്നതാണ്. ആരാധന വിശുദ്ധ ഭയത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. ശേഷം ദാവീദ് ദൈവവചനം പരിശോധിക്കുകയും തൻ്റെ തെറ്റ് തിരുത്തുകയും ചെയ്തു. അപ്പോൾ ദൈവം നിർദ്ദേശിച്ച പ്രകാരമാണ് പെട്ടകം കൊണ്ടുവന്നത്. ഈ പ്രാവശ്യം നഗരം മുഴുവൻ യാഗങ്ങളാലും സംഗീതത്താലും ആഹ്ലാദാരവങ്ങളാലും നൃത്തത്താലും നിറഞ്ഞു. ദാവീദ് തൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടെ യഹോവയുടെ സന്നിധിയിൽ നൃത്തം ചെയ്തു. അവൻ്റെ ആരാധന വെറും വികാരാവേശത്തിൻ്റെ ഫലമല്ലായിരുന്നു. ദൈവകൃപയിൽ വിസ്മയിക്കപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമായിരുന്നു അത്. സ്വന്തം രാജകീയ മഹത്വം അവൻ മറന്നു, കാരണം ദൈവത്തിൻ്റെ മഹത്വം അവൻ കണ്ടിരുന്നു. എന്നാൽ മീഖൾ ദാവീദിനെ ഹൃദയത്തിൽ നിന്ദിച്ചു. അവൾ കണ്ടത് തൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്ന ഒരു രാജാവിനെ ആയിരുന്നു. എന്നാൽ ദാവീദ് കണ്ടത് വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കൃപ ലഭിച്ച ഒരു പാപിയെ ആയിരുന്നു. അഹങ്കാരം ആരാധനയെ വിമർശിക്കുന്നു, താഴ്മ ആരാധനയിൽ പങ്കുചേരുന്നു. ഇത് ഇന്നും എത്ര പ്രസക്തമാണ്. ഇന്നും അനേക സഭകൾക്ക് മികച്ച പരിപാടികളും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും മികച്ച സംഘടനാശേഷിയുമുണ്ട്. എന്നാൽ ദൈവസാന്നിധ്യം കേന്ദ്രസ്ഥാനത്തില്ലെങ്കിൽ നാം മതപരമായ പ്രവർത്തനങ്ങൾ മാത്രം നിയന്ത്രിക്കുന്നവരായിത്തീരും. ദൈവസാന്നിധ്യം വീണ്ടും നമ്മുടെ ഏറ്റവും വലിയ നിധിയാകുമ്പോഴാണ് യഥാർത്ഥ ഉണർവ് ആരംഭിക്കുന്നത്. ദാവീദ് ദൈവത്തിനൊരു ഭവനം പണിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം ദാവീദിനൊരു രാജവംശം പണിയുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിലും 1 ദിനവൃത്താന്തം 17-ാമത്തെ അധ്യായത്തിലും നാം കാണുന്നത്. രാജ്യത്ത് സമാധാനം സ്ഥാപിക്കപ്പെട്ട ശേഷം ദാവീദ് തൻ്റെ ദേവദാരു മരം കൊണ്ടുള്ള കൊട്ടാരം നോക്കി അസ്വസ്ഥനായി. ഞാൻ ദേവദാരു കൊണ്ടുള്ള വീട്ടിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം കൂടാരത്തിനുള്ളിൽ ഇരിക്കുന്നു. ഇത് ദാവീദിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. സമൃദ്ധി അവനെ ദൈവത്തെ മറക്കാൻ പ്രേരിപ്പിച്ചില്ല. ആദ്യം നാഥാൻ ദാവീദിൻ്റെ പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അതേ രാത്രിയിൽ ദൈവം പ്രവാചകനെ വരുത്തി. ആത്മീയ നേതാക്കൾക്കും ചിലപ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണഹിതം കേൾക്കുവാൻ കാത്തിരിക്കേണ്ടി വരുമെന്നത് ഇതിൽ നിന്ന് നാം പഠിക്കുന്നു. ദൈവം ദാവീദിനെ ഓർമ്മിപ്പിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുടനീളം തനിക്ക് വേണ്ടി സ്ഥിരമായ ഒരു ആലയം പണിയുവാൻ താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ചൂരുകൾക്കുള്ളിൽ ഒതുക്കാനാവില്ല. പിന്നീട് ദൈവം ദാവീദിൻ്റെ നിർദ്ദേശത്തെ മറിച്ചുവിട്ടു. ദാവീദ് പറഞ്ഞു, ഞാൻ നിനക്കായി ഒരു ഭവനം പണിയും. ദൈവം മറുപടി പറഞ്ഞു, അല്ല, ഞാൻ നിനക്കായി ഒരു ഭവനം പണിയും. ഇവിടെ ഭവനം എന്നതൊരു കെട്ടിടമല്ല, ഒരു രാജവംശമാണ്. ദൈവം തൻ്റെ കൃപ ദാവീദിനെ ഓർമ്മിപ്പിച്ചു. ഞാൻ നിന്നെ ആട്ടിൻകൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് വിളിച്ചു.
ഞാൻ നിന്നെ രാജാവാക്കി, നിന്റെ ശത്രുക്കളെ നിനക്ക് തോൽപ്പിച്ചു, നിനക്ക് ഞാൻ വിശ്രാമം നൽകി. ദാവീദിനുണ്ടായിരുന്നതെല്ലാം ദൈവത്തിൻ്റെ മുൻകൈയാലാണ് ആരംഭിച്ചത്. തുടർന്ന് തിരുവെഴുത്തിലെ ഏറ്റവും മഹത്തായ ഉടമ്പടി വാഗ്ദാനങ്ങളിൽ ഒന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു: ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാഗ്ദാനം ഭാഗികമായി ശലോമോനിലൂടെ നിറവേറിയെങ്കിലും അതിൻ്റെ പൂർണ്ണ നിവൃത്തി ശലോമോനേക്കാൾ മഹാനായ യേശുക്രിസ്തുവിലാണ് നിറവേറുന്നത്. അവൻ്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. ഇതാണ് ദാവീദിന് ദൈവം നൽകിയ ഉടമ്പടി. തിരുവെഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടികളിൽ ഒന്നാണിത്. അതിൻ്റെ അന്തിമ ലക്ഷ്യം എന്നേക്കും വാഴുന്ന രാജാവായ യേശുക്രിസ്തുവിലേക്കാണ് നമ്മെ നയിക്കുന്നത്. 1 ദിനവൃത്താന്തം 17 ദൈവകൃപയ്ക്കും ദാവീദിൻ്റെ താഴ്മയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ദാവീദ് ബൈബിളിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്ന് നടത്തുന്നു: കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം എത്തിച്ചിരിക്കുന്നതിന് ഞാൻ ആരാകുന്നു? എൻ്റെ ഭവനം എന്താകുന്നു? തനിക്കുള്ളതെല്ലാം കൃപയുടെ ഫലമാണെന്ന് അവൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് യോജിച്ച പ്രതികരണം അഹങ്കാരമല്ല, വിസ്മയഭരിതമായ നന്ദിയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനം ആലയമല്ല, തൻ്റെ ജനങ്ങളാണ്. ദാവീദ് ഒരു ഭൗതിക ആലയം പണിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം ആ ദൗത്യം ശലോമോനു വേണ്ടി മാറ്റിവെച്ചു. എന്തുകൊണ്ട്? കെട്ടിടങ്ങൾ ദ്വിതീയമാണ്, ബന്ധങ്ങളാണ് പ്രാഥമികമെന്ന് ദൈവം ദാവീദിനെ പഠിപ്പിക്കുകയായിരുന്നു. പിന്നീട് ശലോമോൻ ആലയം പണിതു. നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു താൻ തന്നെയാണ് യഥാർത്ഥ ആലയമെന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസികൾ കൂട്ടായ്മയായി ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്നു. തിരുവെഴുത്തിൻ്റെ ഈ പുരോഗതി എത്ര മനോഹരമാണ്! നിയമപ്പെട്ടകം ദൈവസാന്നിധ്യത്തിൻ്റെ പ്രാദേശിക പ്രതീകമായിരുന്നു. ആലയം ദൈവത്തിൻ്റെ ഉടമ്പടി വാസസ്ഥലത്തെ പ്രതിനിധീകരിച്ചു. ക്രിസ്തുവിൽ ദൈവം നമ്മുടെ ഇടയിൽ വസിച്ചു. ഇന്ന് സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറിയിരിക്കുന്നു. ദൈവത്തിൻ്റെ അന്തിമമായ ആഗ്രഹം എപ്പോഴും തൻ്റെ ജനങ്ങളുടെ മധ്യേ വസിക്കുക എന്നതാണ്. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനെ വാസമാക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. ഈ അധ്യായങ്ങൾ ആധുനിക വിശ്വാസികളെ ഗൗരവമായി വെല്ലുവിളിക്കുന്നു. ദൈവസാന്നിധ്യത്തെ അവഗണിച്ച് നാം പലപ്പോഴും ശുശ്രൂഷയിൽ മുഴുകിപ്പോകുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കാൾ മുൻപ് ദൈവസാന്നിധ്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ ആത്മാർത്ഥതയെ അനുസരണത്തിന് പകരം വയ്ക്കുന്നു. ഉസ്സ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആരാധന ദൈവം വെളിപ്പെടുത്തിയ വചനത്തിനനുസരിച്ചായിരിക്കണം എന്നതാണ്. ദാവീദിനെ പോലെ നമുക്കും ദൈവത്തിനു വേണ്ടി വലിയ സ്വപ്നങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ചിലപ്പോൾ ദൈവം സ്നേഹത്തോടെ പറയുന്നു: നിൻ്റെ പദ്ധതിയല്ല, എൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ സ്വപ്നങ്ങളെക്കാൾ എപ്പോഴും മഹത്തായവയാണ്. ദാവീദ് ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിച്ചു. ദൈവം അവനൊരു നിത്യരാജ്യം നൽകി. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് പകരം നിത്യമായ ഉദ്ദേശങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇന്ന് നാം ധ്യാനിക്കേണ്ടുന്നത്: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണന ദൈവസാന്നിധ്യമാണോ, അല്ലെങ്കിൽ ശുശ്രൂഷയും വിജയവും പതിവ് ജീവിതവും നിശബ്ദമായി അതിൻ്റെ സ്ഥാനം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ? 2, ഞാൻ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും പണിയാൻ ശ്രമിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ പണിയുവാൻ ആഗ്രഹിക്കുന്നതിനെ ഞാൻ എതിർക്കുകയാണോ? ഈ അധ്യായങ്ങൾ മഹത്തായ ഒരു ആത്മീയ പുരോഗതി വെളിപ്പെടുത്തുന്നു. നിയമപ്പെട്ടകം യെരൂശലേമിൽ പ്രവേശിക്കുന്നു. ആരാധന നഗരം മുഴുവൻ നിറയ്ക്കുന്നു. ദൈവം നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു. മനുഷ്യൻ്റെ പദ്ധതികളിന്മേൽ ദൈവകൃപ വിജയം നേടുന്നു. അവസാനം ഈ വാഗ്ദാനം ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നു. അവൻ്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. ദൈവസാന്നിധ്യത്തെ എല്ലാ നേട്ടങ്ങൾക്കും മീതെ അന്വേഷിക്കുന്നവരും സ്വന്തം ആശയങ്ങളെക്കാൾ ദൈവവചനത്തെ അനുസരിക്കുന്നവരും താൽക്കാലിക അഭിലാഷങ്ങളെക്കാൾ ദൈവത്തിൻ്റെ നിത്യോദ്ദേശങ്ങളിൽ ആശ്രയിക്കുന്നവരുമാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാരണം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥ വാസസ്ഥലം കണ്ടെത്തുമ്പോൾ അവിടുന്ന് ആരംഭിക്കുന്ന നിർമ്മാണം എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കും. ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.